ഞാൻ വന്നിരിക്കുന്നത് ബ്യൂട്ടി ടിപ്പൊന്നും ആയിട്ടല്ല കേട്ടോ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ വലിയ കുക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല. ഇന്ന് ഞാൻ ഒരാളുടെ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഉണ്ടാക്കിയ ഫുഡാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള വീണാസ് കറി വേൾഡ് എന്ന ചാനലിൻ്റെ ഉടമയായ വീണ ചേച്ചിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കടമെടുത്തിരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഈസി ആയിട്ട് തോന്നി. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ അല്ലാതെ യൂഷ്വലി ഉണ്ടാക്കുന്ന അല്ലാതെ കുറച്ച് വേറെ ടൈപ്പായിട്ടാണ് ചേച്ചി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പൊതുവേ ഞാൻ ചേച്ചിയുടെ റെസിപ്പീസ് നോക്കി ട്രൈ ചെയ്യാറുണ്ട്. കൂടാതെ ആയിട്ടുള്ള മിയ കിച്ചൻ്റെ റെസിപ്പീസും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ഇവർ രണ്ടിനുമാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഷെമ്മീസ് കിച്ചണും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവർ 3 പേരുടെയും റെസിപ്പീസ് നോക്കിയിട്ട് ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അത് വീട്ടിലെ എല്ലാവർക്കും, എസ്പെഷ്യലി ഹസ്ബൻഡിന് ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വീണ ചേച്ചിയുടെ ചിക്കൻ കറി, നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ സംസാരിക്കാനായിട്ട് വേറെ കൂടുതലൊന്നുമില്ല. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരിക്കൽ കൂടെ ഞാൻ എടുത്ത് പറയുകയാണ്, താങ്ക്സ് ടു വീണ ചേച്ചി ഈ റെസിപ്പി അപ്ലോഡ് ചെയ്തതിന്. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിച്ച് നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 2 കിലോ ചിക്കന് വേണ്ടിയിട്ട് ഞാനൊരു 5 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് ഈ പേസ്റ്റാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം കൂടെ മിക്സ് ചെയ്ത് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റാണ്. അത് കഴിഞ്ഞ് തക്കാളി എടുത്തിട്ടുണ്ട്. 3 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്, സ്ലൈസായിട്ട് നീളത്തിന്. അടുത്തത് 2 മുളകാണ്. മുളകിന് നല്ല എരിവുള്ളതാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവനുസരിച്ച് ഇടാം. പിന്നെ ഒരു 15 അല്ലിയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അടുത്തെടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 2.5 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുളക് പൊടി 3 ടീസ്പൂണും എടുത്തിട്ടുണ്ട്. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. അത് ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൻ മസാലയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. കൂട്ടുകറിക്കൊക്കെ ഇടുന്ന ഗരം മസാലയാണ് കേട്ടോ ഇത്. വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നില്ലേ, അതാണ്. പിന്നെ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം ഇതുപോലൊരു കടായി എടുക്കണം കേട്ടോ. ഇത് മൂട് കനമുള്ള പാത്രം. അപ്പോൾ വച്ചിരിക്കുന്ന ഈ പാത്രം ഒന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടി വെളിച്ചെണ്ണ യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് എടുക്കാം. കറിവേപ്പിലയുടെ ഫ്ലേവർ എനിക്ക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും ആയിട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന പേസ്റ്റാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയെ ഞാൻ ഒരു 10, 15, 20 അല്ലിയോളം എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വന്നിട്ട് ഞാനൊരു 2 മീഡിയം സൈസ് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളിയും കൂടുന്തോറും ഒരു ടേസ്റ്റ് നല്ലതാണ്. വെളുത്തുള്ളി ഇഞ്ചി അധികമായാലും കവർപ്പ് വരും, വെളുത്തുള്ളി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് അടി പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് ഭയങ്കര ബ്രൗൺ ആകണ്ട, ജസ്റ്റ് ഒരു നിറം മാറുന്ന വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം തന്നെ ഇടുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ചിലവർക്ക് ഇതിൻ്റെ അധികമായുള്ള ഫ്ലേവർ ഇഷ്ടപ്പെടില്ല. അപ്പം ആദ്യം ഉള്ളി ഇടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇത് ഇട്ടൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ചവർപ്പ് ഉണ്ടാവില്ല.
അപ്പോൾ ചെറുതായിട്ടൊന്ന് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മണവും നല്ലൊരു മണം, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പെരുംജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു മണം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ വഴറ്റുന്ന സമയത്ത് തീ അധികം ആഴാൻ പാടില്ല കേട്ടോ. തീ മാക്സിമം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ കൂടി ഒന്ന് നോക്കിക്കോണം കേട്ടോ. നോൺ സ്റ്റിക്കിയുടെ പാനായിരുന്നു, അതുകൊണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കി അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഉള്ളി പകുതിയോളം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടായി പോരുത്, നമുക്ക് ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് ഫുള്ളായിട്ടൊന്ന് മൂത്ത് വഴന്ന് വരുന്ന സമയത്തിനിടയ്ക്ക് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. എടുത്തിരിക്കുന്ന നാടൻ ചിക്കനാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വേവ് ഇത്തിരി കൂടുതലാണ്. അതുകൊണ്ട് കുക്കറിലിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ്, അല്ലാതെ തണുത്ത വെള്ളമല്ല ഒഴിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സീറ്റി കേൾക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി ഏകദേശം മസാലയൊക്കെ ചേർത്ത് ഒരു പരുവത്തിലായി വരും. അപ്പോൾ ഉള്ളി ഏകദേശം ഒരു പരുവം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ ഒന്ന് രണ്ടായിട്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിക്ക് വേവ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുത്തത്. കൊച്ചുള്ളി ഒന്ന് ഇങ്ങനെ വായിൽ കടിക്കാൻ കിട്ടുന്ന ഒരു പരുവത്തിൽ കിട്ടുവാണെങ്കിൽ അത് ടേസ്റ്റാണ്. അപ്പോൾ ആ കൊച്ചുള്ളിയും മുളകും കൂടി കുറച്ചൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് വരാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു 2 സെക്കൻഡത്തേക്ക് മൂടി വെച്ചിട്ടാണ് വേവിച്ചത്. അത് കഴിഞ്ഞിട്ട് തക്കാളിയും ഈ മുളകൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഈ സമയമൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ ഒരു സീറ്റിയൊക്കെ കേട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും മുളകും എല്ലാം ഒക്കെ ആയിട്ട് മിക്സായി നല്ലൊരു പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കാം. ആദ്യം ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ വരെ ഞാൻ ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചിക്കൻ മസാല ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഗരം മസാല 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മസാലകൾ ചേർക്കുന്ന സമയത്ത് നമ്മുടെ അടുപ്പൊന്ന് തീ കുറച്ച് വയ്ക്കുക. അത് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ മുളകൊക്കെ പെട്ടെന്നൊന്ന് കരിഞ്ഞു പോവും. പിന്നെ ഞാൻ നിങ്ങളെ ആദ്യം കാണിക്കാൻ വിട്ടുപോയ ഒരു കാര്യം ഇതിൽ ചേർക്കുന്നുണ്ട്. ഇത് കുരുമുളക് പൊടിയാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടം ഉള്ളവരാണെങ്കിൽ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാൻ ഞാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിയിൽ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി ഇരിപ്പുണ്ട്. നല്ലതായിട്ടൊരു പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ചിക്കനും അപ്പോഴേ ഏകദേശം ഹാഫ് ബോയിൽ ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ചിക്കനെ ഒന്ന് വെള്ളം വാർന്ന് ഇതിലേക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ കൂട്ടിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആ സമയം ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ഈ കൂട്ട് അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് നോക്കി കൊടുക്കുക.
ഇനി നമുക്ക് ആ ചിക്കൻ പീസസ് ഒന്ന് നന്നായിട്ട് ആ ഗ്രേവിയിൽ ഒന്ന് ഇളക്കി മറിച്ച് എടുക്കുക. അതൊക്കെ ചിക്കനിലോട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. ചിക്കനിലേക്ക് നന്നായിട്ട് ആ കൂട്ടൊക്കെ ഒന്ന് പറ്റി പിടിക്കണം. അപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച വെള്ളമില്ലേ, മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട വെള്ളം, ആ വെള്ളം തന്നെയാണ് ഞാൻ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചൊന്ന് കുറച്ചായിട്ടൊന്ന് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ചിക്കനിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഗ്രേവി കൂടുതൽ വേണം എന്നുള്ളവർക്ക് വെള്ളം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ കുറവ് ആവശ്യമുള്ളവർക്ക് വെള്ളം അതിനനുസരിച്ച് കുറവ് ഒഴിച്ചാൽ മതി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം. ഓക്കെ, ഇനി ഈ സമയത്തൊന്ന് ഉപ്പ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ അങ്ങനെ തന്നെ അങ്ങ് മൂടി വയ്ക്കുക. മൂടി ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കുക അടി പിടിക്കുന്നുണ്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഇളക്കി നോക്കി എണ്ണയൊക്കെ ഒരു സൈഡിലേക്കൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോഴത്തെ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ കറി ഏകദേശം പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിലൂടെയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അല്ലാതെ ഈ കറി ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നന്നായിട്ട് ഇണങ്ങുന്ന ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.